കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു നിർത്തിയ ഞങ്ങൾക്ക് കിട്ടിയിരുന്ന ആ ഒരു അൺകണ്ടീഷണൽ ലവ് ഉണ്ടല്ലോ, ആ സ്നേഹത്തിന് അധികകാലം ആയുസ്സുണ്ടായിരുന്നില്ല കേട്ടോ. ദൈവത്തിന് ഒരു അസൂയ തോന്നിയിട്ടുണ്ടാവുമോ, അതുപോലെ ഞങ്ങളുടെ അടുത്ത് നിന്ന് അവളെ പറിച്ചുകൊണ്ട് പോയത്. ഇന്ന് ഈ കഥ പറയുമ്പോൾ പോലും എൻ്റെ ചങ്ക് പറിച്ച വേദനയോടല്ലാതെ എനിക്കിത് പറഞ്ഞു തീർക്കാൻ പറ്റില്ല. അച്ഛൻ്റെ അമ്മയുടെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഞാൻ ഈ വീഡിയോ ചെയ്യണത് തന്നെ. അവൾക്ക് പാർവയായിരുന്നു. ഒരുപാട് ശ്രമിച്ചിട്ടും ഞങ്ങൾക്ക് അവളെ രക്ഷിച്ചെടുക്കാനായിട്ട് സാധിച്ചില്ല. ഒരായുസ് മുഴുവൻ കിട്ടേണ്ട സ്നേഹം ഒന്നിച്ച് മേടിച്ചിട്ട് അതിൻ്റെ 1000 ഇരട്ടി തിരിച്ചു തന്നിട്ട് അവൾ ഞങ്ങളുടെ അടുത്തു നിന്ന് പോയത്. അവളെ ഓർത്ത് കരയുമ്പോൾ ഒരുപാട് പേര് ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ട് അതൊരു നായയല്ലേ എന്ന്. പക്ഷെ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ആ സ്നേഹം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നഷ്ടപ്പെടുമ്പോഴുള്ള വേദന എത്രയാണെന്നുള്ളത് മനസ്സിലാവുള്ളൂ. ജീവിതത്തിൽ ഏറ്റവും ഭാഗ്യം ചെയ്തവരാരാന്ന് ചോദിച്ചാൽ അത് കുറേ കാശുള്ളവരും അധികാരമുള്ളവരൊന്നല്ല. ഈ ഒരു സ്നേഹം അനുഭവിക്കാനായിട്ട് പറ്റിയിട്ടുള്ളവർ തന്നെയാണ് ജീവിതത്തിൽ ഏറ്റവും പുണ്യം ചെയ്തവർ. ഇനി എത്രയൊക്കെ കാലം കഴിഞ്ഞാലും ഞങ്ങൾ 5 പേരുടെ മനസ്സിൽ നിനക്കുള്ള സ്ഥാനത്തിന് യാതൊരു കുറവുണ്ടാവില്ല പൊന്നെ. നിന്നെപ്പറ്റി ഓർക്കാതെ പോകുന്ന ഒരു ദിവസം പോലും ഇന്ന് ഞങ്ങളുടെ ലൈഫിൽ ഉണ്ടാവണില്ല. അത്രമാത്രമാണ് നീ ഞങ്ങളെ സ്നേഹിച്ചിട്ട് പോയത്. ഇന്ന് നിൻ്റെ 2ാം പിറന്നാൾ ദിവസമാണ്. നീ എവിടെയായിരുന്നാലും ഞങ്ങളുടെ രാജകുമാരിയായി തന്നെ നീ ഞങ്ങളുടെ മനസ്സിലുണ്ടാവും. ഹാപ്പി ബർത്ത്ഡേ സുയി.